നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാനിന്റെ സ്പീഡ് കുറയ്ക്കണം. ഇന്ന് ഞാനേ 2-3 ടൈപ്പ് സാരി കാണിക്കാം. ചുരിദാർ സെറ്റ് കാണിക്കണമെന്നൊക്കെ ഓർത്തോണ്ടിരുന്നതാ. നേരം കിട്ടുവാണെങ്കിൽ ചുരിദാർ സെറ്റൂടെ കാണിക്കാം കേട്ടോ. ബോറടിക്കുമോന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട്. ഇത് സെമി ജൂട്ട് സിൽക്ക് സാരി, ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ്. സെമി ആണ്, പ്യുവർ അല്ല. പ്യുവർ ഈ റേറ്റിന് കിട്ടുകയെന്ന് അറിയാലോ. ഇതാണ് അതിൻ്റെ പടം. കാണിച്ചോ? നല്ലൊരു കളർ കോമ്പിനേഷൻസ് ആണ്. ഉടുക്കാനും നല്ലത് അറിയാമല്ലോ. ജൂട്ടൊക്കെ നമുക്ക് ശരീരത്തിന് ഭയങ്കര കംഫർട്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്യുവർ ജൂട്ടല്ല. പ്യുവർ ജൂട്ട് വാങ്ങിക്കണമെങ്കിൽ 7,000 10,000 ഒക്കെ കൊടുക്കണം. അത് വേണ്ട, സെമിയാണ്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ മുന്താണി. നല്ലൊരു സൈസ് സ്റ്റഫാണേ. സ്റ്റഫ് ഭയങ്കര ഒരു ഇതാണ്. നമ്മളുടെ ഇപ്പോൾ ഏത് ഡ്രസ്സാണെങ്കിലും അതിൻ്റെ സ്റ്റഫിനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ ഫേസിനെ ഇതാക്കുന്നതിൽ, നല്ല ഭംഗിയാക്കുന്നതിൽ. ഇവിടെ ഇന്ന് രാവിലെ ഭയങ്കര ഫോട്ടോഷൂട്ടോ പരിപാടിയൊക്കെ ആയിരുന്നേ. വന്നിട്ടുണ്ടല്ലോ, എൻ്റെ മാത്രം ഒറ്റ ഫോട്ടോ ഞാൻ തന്നെ എടുത്തില്ല. എന്ന് പറയും, ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എടുക്കുക. അത്ര ഒരു തുണിക്കട നടത്തുന്ന എന്നെ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഫോട്ടോ പെടുത്തില്ല. മനസ്സിലായോ? ഇതൊക്കെയാണ് മനുഷ്യൻ്റെ കാര്യങ്ങൾ. കണ്ടോ, മനസ്സിലായോ? ഒരു ഡ്രസ്സിൻ്റെ പേര് പോലും നമ്മൾ മാറ്റി നിർത്തപ്പെടാം. ഞാൻ പറഞ്ഞു, ഞാൻ എന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കാഞ്ചീപുരം പട്ടക്കിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചുമ്മാ കേട്ടോ. ഇതാണ് സാരി. ഇതിന് എനിക്ക് പറയാം, ഒരു മൾട്ടി ഷെയ്ഡ് നല്ലൊരു. ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് ചില സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടം കാണും. ചില മോഡൽ ഐറ്റത്തിനോട് ഇഷ്ടം കാണും. എല്ലാവർക്കും ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതിനെ കയറി പിടിച്ച് സങ്കല്പിക്കേണ്ട. മോഡലെന്ന് ഉദ്ദേശിച്ചത് ഞാൻ സാരി എൻ്റെ പൊന്നെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണലി ഉള്ള ഇഷ്ടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഇങ്ങനെ ലൈറ്റ് ഇച്ചിരി കളർഫുൾ ആയിരിക്കണം. പക്ഷെ ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളോട് എനിക്കൊരു ഇച്ചിരി ഇഷ്ടം കൂടുതലാണ്. അതേസമയം ഇച്ചിരി എന്നാൽ ചില മെറ്റീരിയലി സ്റ്റഫി വരുമ്പോൾ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് നല്ല ഭംഗിയാണ്. ഇത് കണ്ടോ, എന്താണ് വന്നിട്ട് ഇങ്ങനെ കുറേ സമയമായല്ലോ വിദ്യ ഒന്ന് കാണിക്കുക. അങ്ങനെയല്ലേ മനസ്സിൽ പറഞ്ഞത്. ഇതാണ് ബ്ലൗസ്. അങ്ങനെ മനസ്സിൽ പറഞ്ഞില്ലേ? സത്യം പറഞ്ഞില്ലേ? ഇച്ചിരി നേരക്കാതെ വിദ്യേനോ. എല്ലാവരും ഭയങ്കര തിരക്കാനാണല്ലോ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ കുറച്ചൊക്കെ ശാന്തതയോടെ ഒക്കെ ഇരി. ശാന്തത മീൻസ് തിരക്കില്ലാതെ. അടുത്ത കളർ ഇതിൻ്റെ കളറുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനൊരു ഗ്രീൻ ഷെയ്ഡ് കൂടുതൽ, ഇതിനൊരു ഗ്രീൻ ഷെയ്ഡ്, വേറൊരു ഗ്രീൻ എന്ന് പറയത്തില്ല അല്ലേ, ടീൽ ബ്ലൂവാ. നല്ല കളർ കേട്ടോ. നിങ്ങൾക്ക് ഈ സാരി കയ്യിൽ മേടിച്ച് കിട്ടിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്നെ പോലെയൊക്കെ നമുക്കൊക്കെ ഒരേ ടേസ്റ്റുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ ഇഷ്ടപ്പെടും. സാരിക്ക് സാരി ഫോൾ വെച്ച് തന്നെ ഉടുക്കണം, എന്നാലേ ഈ സാരിക്ക് ചൊവ്വാകത്തുള്ളൂ, ശരിയാകത്തുള്ളൂ, നല്ല ഭംഗി വരത്തുള്ളൂ. സാരി നമ്മൾ ഇപ്പം ആനയെ വാങ്ങിക്കാൻ കാശുണ്ട്, തോട്ടി വാങ്ങിക്കാൻ കാശില്ലെന്ന് പറയുന്നത് പഴഞ്ചൊല്ല് പറഞ്ഞു കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ സാരി വാങ്ങിച്ചു വന്നിട്ട് അതിനൊരു സാരി ഫോളും കൂടെ വെക്കാൻ നമ്മൾ മെനക്കെട്ടില്ലെങ്കിൽ അതിൻ്റെതായ കുറവ് അതിനുണ്ടാവും. ഇതും ഉണ്ടാവും. ഞാൻ പറയിച്ചിൽ കേട്ട് എൻ്റെ സാരി ഫോളിൻ്റെ പറച്ചിൽ കേട്ട് സാരി ഫോൾ ഇട്ട ഒത്തിരി പേരുണ്ട്. ഇത് വരും ബ്ലൗസിൽ ഇങ്ങനെ കയ്യിലൊരു ബോർഡർ, ഒരു ഭയങ്കര തെളിഞ്ഞു നിൽക്കുന്ന ഗോൾഡൻ ഇതല്ല, ഒരു കസവല്ല. ഇതൊരു മെഹന്തിയുടെ ഒക്കെ ഒരു ഇച്ചിരി ഡിമ്മ, നല്ലൊരു ഇതാണ്. സാരി ഫോൾ വെച്ച പേളുമാല, ഇങ്ങനത്തൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. അറിയാവോ? ചുമ്മാ പറഞ്ഞ അത് ഇച്ചിരി ഗോഷ്ഠിയാണെന്ന് കാണിക്കൽ. അത് ജന്മനാ ഉള്ളതാ. എന്ത് പറഞ്ഞാലും ഇച്ചിരി ആക്ഷൻ ആക്ഷൻ കിങ് അല്ല, ആക്ഷൻ കിങ്ങിയാണ് ഞാൻ. എനിക്ക് ആക്ഷൻ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമല്ല, അതൊരു സ്വഭാവമാണ്. മഴയൊക്കെ ഉണ്ടോ? കാഞ്ഞിരപ്പള്ളി മഴ തകർത്താണ്. മഴ പെയ്യുന്ന കണ്ട് സന്തോഷിക്കുന്ന ഏക ബിസിനസ്സുകാരി ഞാൻ മാത്രം. ഇവര് ഈ ബിസിനസ്സുകാരുടെ അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വ്യാപാരി വ്യവസായികൾ, എല്ലാവർക്കും പറയും മഴ കാരണം ഭയങ്കര ബിസിനസ്സിനെ ബാധിക്കും, മറ്റതാ മറിച്ചാന്ന്. പക്ഷെ എനിക്കറിയത്തില്ല, എനിക്ക് മഴ പെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചിന്താശേഷി ഇല്ലാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല. അയ്യോ, ചിന്താശേഷി ഇല്ലെന്നോ. മുന്താണി നല്ല സാരി കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷ് ചെയ്യുന്നതായിരിക്കും ഉചിതം കേട്ടോ. ഇത് ശരിക്കും ജൂട്ടല്ലെന്ന് ആരും പറയത്തില്ല. ജൂട്ട് സിൽക്ക് ജൂട്ടിൻ്റെ നല്ല സ്റ്റഫാണ്. പിന്നെ ഇത്ര
ജൂട്ട് പ്യുവർ ജൂട്ട് വരുമ്പോൾ അറിയാമല്ലോ എത്ര റേറ്റ്, എത്ര ഇതിൻ്റെയൊക്കെ ഒരു 10 ഇരട്ടി റേറ്റ് ആവും. അപ്പം അതുകൊണ്ട് എന്നും പറഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് ഇത് സ്റ്റഫ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്വന്തമായിട്ട് വാഷ് ചെയ്യാൻ പോകാത്തായിരിക്കും നല്ലത്. ചാടിക്ക് വാഷ് ചെയ്യണ്ടെന്നേ. ബ്ലൂ ഷെയ്ഡായിരുന്നേ ഇപ്പോൾ അഞ്ചെണ്ണുണ്ട്, 4 ഓർത്തത്. ഇതിപ്പോൾ വന്നിട്ട് ഒരു ഒനിയൻ്റെ ഒക്കെ ഉള്ളൊരു ഇത് യൂണിഫോമായിട്ട് വേണമെങ്കിൽ ഈ ദിവസങ്ങളിൽ ലഭ്യമാണ്. യൂണിഫോമായിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഒരെണ്ണത്തിൽ ഒത്തിരി പേർക്ക് ഒന്നിച്ചെടുക്കാനൊക്കെ ഉള്ളതേ. ടീച്ചേഴ്സ് അങ്ങനെയൊക്കെയുള്ള കാറ്റഗറിപ്പെട്ട ആൾക്കാർക്ക് ഭയങ്കര അനുയോജ്യമായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സാരിയാണ്. ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, പ്രൊഫഷണൽസിനെല്ലാം. അതായത് ശാന്തഗംഭീരം. ഒറ്റവാക്കി പറഞ്ഞു, ഇങ്ങനെ ഒറ്റവാക്ക് പറയാൻ പറ്റുമോ എന്നാ പറഞ്ഞു. ഇച്ചിരി പാടുകൾ ഉണ്ടോ? നല്ല കളറല്ലേ നോക്ക്. ഒനിയന് ഈ എന്നാ പറയുന്നത്, നമ്മൾ ഹോളിക്കൊക്കെ വാരി എറിയല്ലേ, കളർ വാരി എറിഞ്ഞ് കഴിയുമ്പോൾ ഡ്രസ്സ് ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാം കുറേ കളേഴ്സാണ്. പക്ഷെ നല്ലൊരു ഗമാലിറ്റിയാണ്. ഇതാണ് മുന്താണി. എന്താ ഇതിൻ്റെ സ്റ്റഫ് കണ്ടോ? മുന്താണിയിലുള്ള സ്റ്റഫ് കണ്ടോ? ലൈൻസ് എല്ലാം. ഇത് വീവിങ് ആണേ. വീവിങ് അല്ലേ ആണെന്ന് തോന്നുന്നല്ലേ? വീവിങ് ആണെന്നോ തോന്നുന്നു. ഡിസൈൻ അല്ലല്ലോ, ആണോ? വീവിങ് ആണോ? ബ്ലൗസ് എല്ലാത്തിനും ഇങ്ങനെ തന്നെ കേട്ടോ. ഇത്ര അടുത്ത് നിൽക്കുന്ന കളർ ഏതാണോ അതിൻ്റെ കളറിൽ ബ്ലൗസ്. ബ്ലൗസായാലും ഒറ്റ ഷെയ്ഡല്ല, ഒരു ചെറിയ വ്യത്യാസം. എനിക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ലാവണ്ടർ. ഒക്കെ പിടിക്കണം, ബാഗ് പിടിക്കണമെന്ന്. അങ്ങനെയൊക്കെ ബാഗ് പിടിച്ചു. ബാഗ് ഇഷ്ടം, അങ്ങനെ പിടിക്കാൻ ഇഷ്ടമാണ്. ഞാൻ പിടിച്ചു, ഒരു കുഴപ്പമില്ല. ഈ സാരി എടുത്ത് അങ്ങനെ ബാഗ് പിടിക്കണം. കമടി കമടി കെട്ട് ഞാൻ ചിരിക്കണ്ടേ കുട്ടി. കുട്ടി ഞാൻ ചിരിക്കണോ കുട്ടി? ചിരിക്കാൻ കുട്ടി. എനിക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടം കുട്ടി. എന്താ ലാവണ്ടർ. എന്താണ് ഇതേ ഇങ്ങനെ അല്ലേ? കാണ ഞാൻ ചെരുപ്പൊക്കെ ഊരി കളഞ്ഞിട്ടാണ് നടക്കുന്നത് ഇപ്പോൾ. എന്നത്തിനാണ് നടന്നത്? എനിക്ക് അങ്ങനെ നിൽക്കുമ്പോൾ ഓരോ തോന്നലൊക്കെ തോന്നും. ചെരുപ്പിടണ്ടാവും. ഒന്ന് പോയേ. ഞാനല്ലാതെ വേറെ വല്ലവരുമാണ് ഇതിനെയൊക്കെ ഉണ്ടല്ലോ പണ്ടേ പറ ഉറപ്പിക്കുന്ന സമയം കഴിഞ്ഞു. യുവർ ഫേവറേറ്റ് കല്യാണിക്കോട്ടൻ. കല്യാണിക്കോട്ടൻ്റെ ആരാധകരെ കൊണ്ട് ഞാൻ മടുത്തു. എന്തോരം പേരാണോ കല്യാണിക്കോട്ടൻ 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 എന്നും പറഞ്ഞ. വിദ്യ ഇപ്പോൾ കല്യാണിക്കോട്ടൻ കാണിക്കാതെ ഇങ്ങനത്തെ ചോദിക്കുന്നു. കാണിക്കാൻ ഞാൻ ഒന്നുമില്ല, വെറുതെ എപ്പോഴും കണ്ടുകൊണ്ട് മടുക്കണ്ടാന്ന് ഓർത്തുമ്പോൾ ഞാൻ കുറച്ച് നാളത്തേന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് കല്യാണിക്കോട്ടനെ വരിപ്പിച്ചു. എന്താണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ കല്യാണിക്കോട്ടൻ സാധാരണ കാണിക്കാൻ ഒരു പാടുമില്ലാത്തൊരു സാരിയാണ്. ബ്ലൗസ് കട്ടിങ് ആണല്ലോ. എന്താ ഒരു ബ്ലൂ ഷെയ്ഡ്, ബ്ലൂവും വയലറ്റും, ഡാർക്ക് വയലറ്റ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് ഇതിനകത്ത് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഞങ്ങൾ കട്ട് ചെയ്തതല്ല. ഞങ്ങൾ ഈ സാരി നൂർത്തട്ട് പോലും ഇല്ല. ഈ സാരി വന്നിട്ട് നൂർത്തിട്ട് പോലും ഇല്ല. കാരണം നമുക്കറിയാവുന്ന അറിയില്ലാത്ത പുള്ളിയൊന്നുമല്ലോ, നമ്മുടെ സ്വന്തം പാർട്ടിയല്ലേ ഇത്. പിന്നെ നമ്മളെന്തിനകത്ത് നൂർത്തില്ല കേട്ടോ. പക്ഷെ ഇതിനകത്ത് കട്ട് ചെയ്താൽ പറഞ്ഞാൽ എന്തോന്ന് അറിയത്തില്ല. കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. എന്നാണെങ്കിലും കട്ട് ചെയ്യാതെ ബ്ലൗസ് തയ്ക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ ഈ ബ്ലൗസ് കിട്ടിക്കഴിയുമ്പോൾ വേറൊരു ബ്ലൗസ് വെച്ച് തയ്ക്കത്തുമില്ല, ഉറപ്പായിട്ടുള്ളത്. ഇതിൻ്റെ അറ്റത്ത് ഈ ഒരു കളർ വന്നിരിക്കുന്നത് കേട്ടോ. അതെന്നാന്ന് എനിക്കറിയത്തില്ല. അതെന്നാന്നറിയോ, ഒന്നിച്ചതിങ്ങനെ ഷീറ്റ് പോലെ ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് എടുക്കുന്നത് മാനുഫാക്ചറിങ്ങിൻ്റെ സംഭവങ്ങളാണ്. അയ്യോ നോക്കണം, വില വ്യത്യാസം വരും അല്ല, ഭയങ്കര പാടാവും. കസമുള്ളതും കസമില്ലാത്തതും തമ്മിൽ ഒരു 100 രൂപയുടെ വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പർപ്പിൾ, ഡാർക്ക് പർപ്പിളും ഗ്രീനും, രാമ ഗ്രീനും. എല്ലായിടത്തും മഴയൊക്കെ ആയിരിക്കും അല്ലേ? ഉണ്ടോ? ഞങ്ങളുടെ ഇവിടെ എപ്പോഴും മഴ. നല്ല കളറല്ലേ, നല്ല കളർ കോമ്പിനേഷൻസ് ഉണ്ടോ? ഇതിൻ്റെ ഒരു സുഖം എന്നാന്ന് ചോദിച്ചാൽ, കല്യാണിക്കോട്ടനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ, അറിയത്തില്ലാത്തവർക്ക് അറിയത്തില്ല. കല്യാണിക്കോട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതിൻ്റെ ഒരു നല്ലൊരു പെർസെൻറ്റേജ് സിൽക്ക് നൂലും ബാക്കി കോട്ടണുമാണ്. കോട്ടൺ സിൽക്ക് എന്നുള്ള ആ ഒരു മെറ്റീരിയൽ അല്ല ഇത്.
സിൽക്കിൻ്റെ നൂലുമുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഗുണം അനുസരിച്ച് ഒരേ സമയം നമുക്ക് കോട്ടൺ സാരി ഉടുക്കുന്ന ഫീലും കിട്ടും, എന്നാൽ സിൽക്ക് സാരി ഉടുത്ത പോലത്തെ ഒരു ഗമാലിറ്റിയും കിട്ടും. മനസ്സിലായി? അത് ചൂടൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരും കോട്ടൺ സാരി മാത്രം ഉടുക്കുന്നവർക്കും ഒക്കെ നല്ലതാണ്. പക്ഷേ എന്നുകൊണ്ട് സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ട. പക്ഷേ ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷേ പാടുള്ളൂ. സിൽക്കിൻ്റെ നൂലുണ്ട്, അതുകൊണ്ടാണ് ഡ്രൈ വാഷേ പാടുള്ളൂ എന്ന് പറയുന്നത്. നല്ലപോലെ സിൽക്കിൻ്റെ നൂലുണ്ട്. ചില കളറിൽ വരുമ്പോൾ നല്ല ഗ്ലോ ആയിരിക്കും സ്റ്റഫിന്, ചില കളറിന് ഗ്ലോ ഇല്ല. ഇത് വരും ബ്ലൗസ് നോക്കി അസൽ സ്ലബ് സിൽക്കിൻ്റെ ബ്ലൗസ് അല്ല കോട്ടൺ സിൽക്കിൻ്റെ ബ്ലൗസ് നോക്കുന്ന പോലെ തന്നെ നല്ല ഒരു സിൽക്കി എഫക്റ്റ് ഉണ്ട്. കല്യാണി കോട്ടന് പണ്ടേ ഉള്ളതാണ്, നൂല് കെട്ടിയേ വരുള്ളൂ. നല്ല കോമ്പിനേഷൻ അല്ലേ. ഇസബെല്ലയെ ഞാൻ എപ്പോഴും പറയും, ഇത് ഓരോ പ്രാവശ്യം കാണിക്കുമ്പോഴേ ഞാൻ പറയും, ഇസബെല്ല ഓൺലൈനെ ഒരു 10-100 വെച്ച് കയറ്റിയ ടീമുണ്ട് ആ ഒരു സമയത്ത്. ഇപ്പം പക്ഷെ കല്യാണിക്കോട്ടൻ അത്രയും കുറേ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അന്നത്തെ ഒരു ഇതൊന്നും ഇപ്പം ഇല്ല. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അത് പരിചിതമായി കാണും. ഇസബെല്ലയ്ക്ക് എന്ത് സാരി ഞങ്ങളൊക്കെ മടുത്ത് ഓൺലൈന് വേണ്ടി ഇത് കൊടുക്കാൻ മടുത്തിരിക്കുന്നു നോക്കുന്നുണ്ട്. കല്യാണിക്കോട്ടൻ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഇടുന്ന സമയം പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ലേറ്റായി വീഡിയോ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം വരും 100 മെസ്സേജ്. എവിടെ വീഡിയോ വന്നില്ല, 10 വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല എന്നുണ്ട്. അതൊക്കെ ഒരു കാലം. ഞാൻ തന്നെ കാരണം എനിക്ക് ഭയങ്കര മടി കയറുന്നു കല്യാണിക്കോട്ടനെ പോലുള്ള സാരികളെ അവതരിപ്പിക്കാൻ. മഞ്ഞയും മസ്റ്റാർഡ് യെല്ലോയും പിങ്കും. നിങ്ങൾ ഇത് എന്നിട്ട് ഇതിൻ്റെ ഈ കോമ്പിനേഷൻ ബ്ലൗസും കൂടി ഇവിടെ വരുന്ന ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ എന്നാ രസമായിരിക്കുന്നു. ബ്ലൗസ് നേടും. ഇത് രണ്ടും 2 കളറാണ് കേട്ടോ. ഇവിടെ ഒരു മജന്ത പോലത്തെ ഒരു കളറ്, ഇവിടെ വാടാമല്ലി കളറുമാണ് വരുന്നത്. അത് അങ്ങനെ തന്നെയാണ്. ഈ മുന്താണിക്ക് വരുന്നത് വാടാമല്ലിയല്ല, വാടാമല്ലിയല്ല, മജന്തയാണ്. മജന്ത എന്ന് പറയുന്നത് നല്ലൊരു പിങ്കിൻ്റെ ഡാർക്ക് നല്ല കളറാണ്. ഇതാ പാരറ്റ് ഗ്രീനും രാമഗ്രീനും കൂടെ കൂടി മിക്സായിട്ട്. കല്യാണിക്കോട്ടൻ്റെ ഏറ്റവും വലിയ ആകർഷകത്വം എന്ന് പറയുന്നത് അതിൻ്റെ മുന്താണിയും ബോർഡറുമാണ്. ശരിക്കും ഒരു ട്രഡീഷണൽ കേരള രീതിക്കൊക്കെ ഒരുങ്ങണമെങ്കിൽ നമ്മൾ കേരള സാരി ഉടുക്കുന്ന പോലെ തന്നെ ഉടുക്കാവുന്ന ഒരു സാധനമാണ് കല്യാണിക്കോട്ടൻ. കേട്ടോ, ബ്ലൗസ് എപ്പോഴും കോൺട്രാസ്റ്റ് ആണ്. മുമ്പേ മഞ്ഞയും വയലറ്റോ മജന്ത അല്ലേ കണ്ടേ, ഇത് മഞ്ഞയും മെറൂണും ഏറ്റവും ഹിറ്റ്. ഇത്രയും ബുട്ടയുണ്ട്, ബോഡിക്ക് ബുട്ടയുണ്ട്. റേറ്റ് വ്യത്യാസം കാണും കേട്ടോ, ചിലതിന് റേറ്റ് വ്യത്യാസം ഉണ്ടേ. ലേറ്റസ്റ്റ് ആയിട്ട് വന്നതിനൊന്നും ഉണ്ട്. പിന്നെ ഈ ബുട്ടയുള്ളതിനും ബുട്ടയില്ലാത്തതിനും കസവുള്ളതിനും ഇവിടെ ടെമ്പിൾ ബോർഡർ വരുന്നതിനും ഇവിടെ കസവില്ലാത്തതിനും എല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസങ്ങൾ. ബ്ലൗസ് ഇത് ഇതിൻ്റെ കസവും ബോർഡറിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ബോർഡറിനും മുന്താണിക്കും വ്യത്യാസമുണ്ട്. നല്ല തീപ്പെട്ടി കളർ നേരെ പറയും. ഡാർക്ക് മെറൂൺ. ഇത് വരും ബ്ലൗസ്. അതഴിക്കല്ലെന്ന് വിചാരിച്ച് CCTVയുടെ മണിക്കൊക്കെ ഓണാണോ. ഇനി ടെമ്പിൾ ബോർഡർ വരുന്ന, അതായത് കസവ് ഇഷ്ടമില്ലാത്തവർക്ക് ടെമ്പിൾ ബോർഡർ വരുന്ന കല്യാണിക്കോട്ടൻ സെയിം തന്നെയാണ്, ബോർഡർ മാത്രം വ്യത്യാസം. ബോർഡർ മുന്താണിയുടെ ഇതിന് വ്യത്യാസം. ഇത് നല്ല ഒരു ഒനിയൻ പിങ്ക് കളർ, ഒനിയൻ്റെ ഡാർക്ക് ഷെയ്ഡ്, എന്നിട്ട് ടെമ്പിൾ ബോർഡർ. നല്ല എന്നാ പറയുക, ഡെയിലി യൂസിനൊക്കെ പറ്റും കേട്ടോ. നല്ല കുലീനത തോന്നിക്കുന്ന ഒരു സാരി എന്ന് ഞാൻ ഇതിനെ പറയുള്ളൂ. ഇതാണ് ഇതിൻ്റെ മുന്താണി. ബ്ലൗസ് വന്നിട്ട് ഇത് വരും ബ്ലൗസ്. അതിൻ്റെ തന്നെ ടെമ്പിൾ ബോർഡറുള്ള വേറൊന്നും കൂടെ ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ ചെറുപയർ പച്ച. ഇവിടെ ഡാർക്കാണ്. എന്നാ രസം.
നല്ല രസമല്ലേ, നല്ല ഗെറ്റപ്പ് തോന്നിക്കുന്ന സാരിയൊക്കെ. സിമ്പിളാണ്, പക്ഷെ നല്ല ഗെറ്റപ്പ് ഫീലിംഗ് ഉണ്ടാവും. സിമ്പിൾ ആണ്, മുട്ടും ഇതായി പോകത്തില്ല. പിന്നെ അതിൻ്റെ ചെക്ക് ഡിസൈൻ എപ്പോഴും കിട്ടത്തില്ല കേട്ടോ. ചെക്ക് ഡിസൈൻ ആരാധകർ ഒത്തിരി ഉണ്ട്. ഇത് നല്ല എന്നു ചോദിച്ചാൽ നല്ല പക്ക ഫങ്ഷൻ വെയർ, കറണ്ട് പോയി അല്ലേ, പക്ക ഫങ്ഷൻ വെയർ ആയിട്ടിരിക്കും. പക്ഷെ ചെക്ക് ഡിസൈൻ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇനി ഡയറക്റ്റ് ഇത് ഫാക്ടറിയിലൊക്കെ ഒന്ന് പോകണം, സൂററ്റിനൊക്കെ ഒന്ന് വണ്ടി വിടാൻ പോവാ. എനിക്ക് ഈ ജനുവരിയിലെങ്കിലും സൂററ്റിന് പോകണമെന്ന് വലിയൊരാഗ്രഹം. സൂററ്റിന് എപ്പോഴും ഒന്നും പോകത്തില്ലല്ലോ നമ്മളങ്ങനെ. നോർത്തിലോട്ട് പോയി കുറച്ച്, പിന്നെ പോയിട്ടില്ലാത്തൊരു സ്ഥലമുണ്ട് രാജസ്ഥാൻ, ജയ്പൂർ ഒക്കെ. അവിടെ എല്ലാം പോയി പർച്ചേസ് ചെയ്ത് സാരികൾ കൊണ്ടുവരണം. പിന്നെ എന്നെങ്കിലും നോക്കുന്നു കണ്ടിട്ടില്ല. ഞാനെന്തോ നാടോട്ട് പോകണമെന്നൊന്നും പുറപ്പെട്ടു പോകുന്നൊന്നും പറഞ്ഞില്ലല്ലോ. സൂറത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള രാജ്യം തന്നെ. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കളയും. അല്ല, തന്നെ പോയിട്ടില്ലല്ലോ, തന്നെ പോകുന്ന കാര്യം പറഞ്ഞു. എന്നെ ആ ഫ്ലൈറ്റ് പോകണം. എന്നാലൊക്കെ നമ്മുടെ കോൺഫിഡൻസ് എവിടെ കയറും എന്നറിയാം. ഞാൻ ശരിക്കും പറയുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒത്തിരി ആവും. എന്നെ സംബന്ധിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഭയങ്കര പേടിയായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഞാനത് ചെയ്യും എന്നൊരു വാശി എൻ്റെ മനസ്സിലുണ്ട്. എഴുതി വെച്ചിട്ട് നമ്മൾ ടിക്കറ്റ് പോകണം. പറ്റുകയില്ലാന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ, ആ ടിക്ക് വീണ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവല് 10 ഇരട്ടി 100 ഇരട്ടിയായിട്ട് കൂടും. ഇപ്പോഴത്തെ ഈ പാരൻസ്, പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ ഉള്ള, അയ്യോ നീ സാരി ഇരിപ്പുണ്ട്, അമ്മമ്മ തീർന്നു തന്നു വർത്താനം പറയുന്നത്, അമ്മമാർക്കൊക്കെ ഉള്ള ഒരു കേടാണ്. ഒരു വകയെ ഇപ്പം പ്രത്യേകിച്ചും ഈ സ്മാർട്ട് ഫോണൊക്കെ ഇറങ്ങിയപ്പോഴത്തേനും ഒന്നും അറിയത്തില്ല എന്നൊരു വിചാരം. ഇനി മക്കൾക്കേ അറിയത്തുള്ളൂ, പിള്ളേർക്ക് അറിയാം. ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യമില്ല. വളരെ കൊച്ചു വരെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ നമ്മൾ ഞെട്ടിപ്പോകും, ഇതിന് ഇത്ര അറിയാവുന്ന. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ ഈ അറിയത്തില്ല എന്ന് പറയുന്ന കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം സലീം കുമാർ പറഞ്ഞ പോലെ, ഈ ഫോൺ കണ്ടുപിടിച്ച തലമുറപ്പെട്ടത് നമ്മൾ. ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് തോണ്ടാനല്ലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ, നമ്മൾ അറിയത്തില്ല എന്ന് പറയുന്ന ഏത് കാര്യം നമുക്ക് പഠിക്കാൻ പറ്റും. എന്ത് കാര്യം നമുക്ക് പഠിക്കാൻ പറ്റും. അപ്ഡേഷൻസ് ഉണ്ടാവണം. നിസ്സാരം ഒരു വണ്ടിയാണെങ്കിൽ പോലും, ഞാൻ പറഞ്ഞിട്ട്, നമുക്കിപ്പോൾ വീട്ടിൽ ഏത് മോഡൽ വണ്ടിയാണോ ആ വണ്ടിയൊക്കെ ഒരു മോഡൽ കൂടിയ വണ്ടിയെ നമ്മൾ അടുത്ത പ്രാവശ്യം വണ്ടി മാറുമ്പോൾ, അതായത് വണ്ടി നമ്മളിടയ്ക്ക് മാറുമല്ലോ, അപ്പോൾ നമ്മൾ വാങ്ങിക്കാവുള്ളൂ. കീഴോട്ടുള്ള സാധനം വാങ്ങിക്കരുത്. എപ്പോഴും അപ്ഡേഷൻസ് നടത്തണം എന്ന് പറഞ്ഞ പോലെ, നമ്മൾ ഏത് മേഖലയിലായിരിക്കും ആ മേഖലയെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്ഡേഷൻസ് ഉണ്ടാകണം. സാരം വീട്ടമ്മമാരാണെങ്കിലും അതൊക്കെ എന്തെല്ലാം ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടമല്ലേ. ഇപ്പം ഗൂഗിളിലോട്ട് സെർച്ച് ചെയ്താൽ മതി, അല്ലെ വിക്കിപീഡിയ എല്ലാം എടുത്ത് നോക്കിയാൽ എന്തും കിട്ടും, ഏത് ഭാഷയിലും കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് പഠിക്കാനാണ് പാട്. അറിയത്തില്ല എന്ന് പറയുന്നതേ അടുക്കാം. അറിയത്തില്ല എന്ന് പറയില്ല, എല്ലാം അറിയത്തില്ല, പഠിക്കണം, അത്രേ ഉള്ളൂ. ഞാനീ വലിയ വേറൊന്നും കത്തിക്കുന്നു, ഞാൻ വലിയ കേമിയൊന്നുമല്ല, എൻ്റെ കാഴ്ചപ്പാടുകളാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു ഡീപ്പ് ബ്ലാക്ക് സാരി, ചന്ദേരി കോട്ടൺ, ഇങ്ങനെ ഗോൾഡൻ. ഇതും ഈ പറഞ്ഞത് മുഴുവൻ എംബ്രോയ്ഡറി വർക്കാണ്, ബോഡിയെ ഫുള്ള് എംബ്രോയ്ഡറി വർക്ക്. ഇതും വേണമെങ്കിൽ യൂണിഫോം സാരി ആയിട്ട് ലഭ്യമാണ് ഈ ദിവസങ്ങളിൽ. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇത് വരും ബ്ലൗസ്, കണ്ടോ. ഇത് വീവിങ് ആണ്, ഇങ്ങനെ ഒരു ഗോൾഡൻ വീവിങ്. ഗോൾഡൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മെഹന്തി അല്ലേ, മെഹന്തി കളർ അല്ലേ, അവർക്ക് ഗോൾഡൻ എന്ന് പറയാൻ പറ്റത്തില്ല. നല്ല സാരിയാണ്. ബ്ലാക്ക് ലവേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക്. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടോ, പല കളറില്ലേ ഡിസൈന്. ഈ കളർ വേണമെങ്കിലും മാച്ചിങ് ബ്ലൗസ് ആയിട്ട് വേണമെങ്കിലുണ്ടെങ്കിൽ ഇട്ടാൽ വേറൊരു വെറൈറ്റി ആയിരിക്കും ഇതിൻ്റെ വിത്ത് ബ്ലൗസ് അല്ലാതെ. ഇത് ഒന്ന് ഈ ഡിസൈൻ, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അടുത്തത് ഈ ഡിസൈൻ. ആ ഡിസൈൻ്റെ സാധനം ഈ ഡിസൈൻ വന്നു അല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം സെയിം. കോട്ടൺ ആണ്, നല്ല ചന്തേരി കോട്ടൺ ആണ്, നല്ല സ്റ്റഫാണ്, ഉടുക്കാനും ഒക്കെ എളുപ്പമാണ്. സ്റ്റാർച്ച് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ കോട്ടൺ സാരി ഉടുത്ത ഫീല് കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്താ, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന, എന്നുകൊണ്ട് എനിക്ക് യൂട്യൂബിൻ്റെ റിപ്പോർട്ട് 44% ആൾക്കാർ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ എന്ന് പറയും. ഈ 44% കൂടെ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ എന്ത് നല്ലതായിരുന്നല്ലേ. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തത്തില്ല, അത്രേ ഉള്ളൂ. അതൊക്കെ കൊണ്ട് നിന്ന് ഉറക്കം തൂങ്ങി കാണിക്കുമോ, ഫ്രണ്ടിൽ ഇട്ടി വെച്ച് കൊടുക്കാവോ എന്നിട്ടൊക്കെ. അപ്പോൾ വീണ്ടും ഉറങ്ങി വീഴും. എൻ്റെ ക്യാമറ താഴെ കിടക്കുന്നത് നിങ്ങളും കൂടെ കാണും. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.